നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയൊക്കെ പ്രഖ്യാപിക്കാൻ സമയമായി വരുന്നു. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഡൽഹിയിലെത്തുന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ചർച്ച നടത്തുമെന്ന് അറിയുന്നു. VD സതീശൻ, സണ്ണി ജോസഫ്, AP അനിൽകുമാർ എന്നിവരാണ് ചർച്ച നടത്തുക. നാളെയാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. കോഴിക്കോട് നിന്ന് ദീപക് തർമടവും ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും തത്സമയം ചേരുന്നു. ആദ്യം വിനീതയിലേക്ക്. വിനീത, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഏറ്റവും ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ? ഇവരുടെ ലിസ്റ്റൊക്കെ ആയി, പട്ടികയൊക്കെ ഏതാണ്ട് അവസാനമായി എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രമേശ് ചെന്നിത്തല ഡൽഹി കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. AP അനിൽകുമാർ എത്തിയിട്ടുണ്ട്. PC വിഷ്ണുനാഥ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും സണ്ണി ജോസഫും ഇന്ന് 9 മണിയോടുകൂടി ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ ചർച്ചകൾ നടക്കുകയാണ്. ഈ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് കൂടിയാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുന്നത്. ഇന്ന് AICC പ്രതിനിധികളുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിശ്രയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത്. ഇതിൽ 40 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഒറ്റ സീറ്റിൽ ഒറ്റ പേരുള്ള മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ സംവരണ മണ്ഡലങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ആദ്യഘട്ട 40-ൽ വരുന്നത്. ഒപ്പം തന്നെ 20 സിറ്റിംഗ് MLA കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ള 20 സീറ്റുകളിലേക്കുള്ള ചർച്ചകൾ അത് അന്തിമ ഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ നേരത്തെ തന്നെ വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെ മണലൂരിലൊക്കെ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ ഈ എതിർപക്ഷത്ത് നിന്നുള്ള ചില ആളുകളെ കൂടി മുന്നണിയിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാനഘട്ട ചർച്ചകൾ അത്തരത്തിലേക്കുള്ള സാധ്യതകൾ കൂടി തേടിക്കൊണ്ട് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇന്നലെ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളുമൊക്കെയായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ, മീറ്റിംഗുകളൊക്കെ ഉണ്ടാകും. നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. SK. താങ്ക് യു വിനീത വിജി. ഇനി നമുക്കൊപ്പം ദീപക് തർമട കൂടി ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ് SK. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം കോഴിക്കോടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ടാണ് പ്രധാന നേതാക്കളെല്ലാം കോഴിക്കോടെത്തിയത്. ഇവരുമായി സംസാരിച്ച സമയത്ത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം, അതായത് ഓരോ നേതാക്കളും ഓരോ പട്ടികയുമായി പോകുന്ന കോൺഗ്രസിലെ പതിവ് രീതി വേണ്ട എന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുക. അത് കഴിഞ്ഞ് നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി, അതായത് നേരത്തെ വിനീത പറഞ്ഞ പോലെ നാളെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പരമാവധി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. ആ നിർദ്ദേശം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഒരു മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിൽ KC വേണുഗോപാൽ എല്ലാ നേതാക്കളെയും കാണും. അവരവരുടെ ആവശ്യങ്ങൾ, ഡിമാൻഡ്സും ഗ്രീവൻസസും കൃത്യമായി മനസ്സിലാക്കും. ഇതിനുശേഷം വിജയസാധ്യതാ പട്ടിക ചില ഏജൻസികൾ, കനകോലു പോലുള്ള വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യമേ പറയുന്നത് വിന്നബിലിറ്റി മാത്രമായിരിക്കും ഘടകം. സിറ്റിംഗ് MLA മാർ 21 പേരിൽ K ബാബു ഒഴിച്ചുള്ള മുഴുവൻ ആൾക്കാരുടെയും കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ആദ്യ തീരുമാനം. അത് കഴിഞ്ഞ് 35 സ്ഥാനാർത്ഥികളെ ഒറ്റക്കെട്ടായി ആദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ കാര്യങ്ങൾ നീക്കുന്ന AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള നേതാക്കൾ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. AP അനിൽകുമാർ മലപ്പുറത്ത് നിന്ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ സണ്ണി ജോസഫ് പുറപ്പെട്ടു കഴിഞ്ഞു. ഇവരെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം യോഗം തുടങ്ങും. യോഗത്തിലെ ഏക അജണ്ട നിലവിലുള്ള മത്സരിക്കേണ്ടവർ തുടരേണ്ടത് ആദ്യം തീരുമാനിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒറ്റ പേരിലേക്ക് എല്ലാ മണ്ഡലത്തിലും എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഘടകകക്ഷികളുമായുള്ള ചർച്ച ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. അത് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞു. കാരണം എങ്കിൽ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ ആദ്യ മിനിറ്റിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപ് മറ്റൊരു യോഗം കൂടി വിളിച്ചു ചേർത്തിരിക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.